അല്ല നോക്കൂ, വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാനും ശ്രീ ബിജുവും മറ്റൊരു ചാനലിൽ ഇതേ വിഷയം സംസാരിച്ചതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഈ വാദങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞത് അവിടെ ആർക്ക് നോക്കിക്കഴിഞ്ഞാലും ഇന്റർനെറ്റിൽ കാണാം. എന്റെ മറുപടി കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു അക്ഷരം കമ എന്ന് പറയാനുണ്ടായിരുന്നില്ല. എഡിബിൾ ഓയിലിന്റെ ഇമ്പോർട്ട് കാര്യം ഞാൻ വിശദീകരിച്ചതാണ്. WTO-യുമായി ബന്ധപ്പെട്ട ഫ്രീ ട്രേഡ് കരാറുകളെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇതിനെപ്പറ്റിയെല്ലാം വളരെ സമഗ്രമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിനേക്ക് റെഫർ ചെയ്യുകയാണ്, അല്ലാതെ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം ശ്രീ വേണു ഇവിടെ പറഞ്ഞു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾക്കാരെല്ലാവരും ഈ വിള വൈവിധ്യവൽക്കരണത്തിന് അല്ലെങ്കിൽ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. നോക്കൂ, ഇത് ഞാൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ഒരു പദമല്ല. ഇത് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഈ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രൂപത്തിൽ വിമർശിച്ച് പറഞ്ഞതല്ല. അത് ഇതേപ്പറ്റിയുള്ളൊരു വാദഗതി എന്ന നിലയിലാണ് അത് പറഞ്ഞത്. അവിടെ അങ്ങ് തുടർന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ സംശയം, MS സ്വാമിനാഥൻ ഒരു മന്ദബുദ്ധിയായിരുന്നോ എന്നാണ്. അങ്ങേക്ക് തുടരാം. അല്ല, അത് രണ്ട് രീതിയിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒന്ന്, ഒരാളിനെ മന്ദബുദ്ധി അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചെന്ന രൂപത്തിൽ എടുക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന് അത്രയും ബുദ്ധിപരമായ അത്രയും ഒരു ബോധമില്ലാതെയുള്ളൊരു നിർദ്ദേശമായിരുന്നു അത്. ഈ C2 ഫോർമുല എന്നൊക്കെ ബോധമില്ലാതെയാണോ അദ്ദേഹം ചെയ്തത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റൊരു പദത്തിനോട് എനിക്ക് ശരി, ഞാൻ ആ വാക്ക് വിട്ടു. ഞാൻ പറയുന്ന അദ്ദേഹം അങ്ങനെ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണോ അത്? ഈ C2 ഫോർമുല എന്നൊക്കെ പറയുന്നത് MS സ്വാമിനാഥനെ പോലെ ഒരാൾ വിളവൈവിധ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള അതിന് വിഘാതമാകുന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമോ? അല്ല, അങ്ങനെയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന് പൂർത്തീകരിക്കണം. കാരണം താങ്കളുടെ ആ വാദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കൈവ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ്. നമുക്ക് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ആസ് എ പോളിസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ICAR പോലെയുള്ള ബോഡികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല, നമുക്ക് രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ബജറ്ററി അലൊക്കേഷൻ പോലും പോകുന്ന ഒരു പ്രോഗ്രാം CDP ആണ്, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കൃഷിവിളകളുള്ള രീതിയിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും വളരെ കൃത്യമായിട്ട് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷന് ബജറ്ററി പ്രൊവിഷൻ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് പാടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം പിന്നീട് നമുക്ക് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം, പിന്നീട് ഏത് സമയത്ത് പാടിയിലേക്ക് തിരിച്ചു വരാം, ടുബാക്കോ ആണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്തേക്ക് അതിലേക്ക് തിരിച്ചു വരാം, ഏതൊക്കെ വിളകളാണ് ശാസ്ത്രീയമായിട്ട് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് പോളിസിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ചോദിച്ചു, മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ട് സ്വാമിനാഥൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്താണ്, ആ റെക്കമെൻഡേഷൻ ആണോ ഇന്നത്തെ കർഷക നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള എന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഞാൻ കഴിഞ്ഞ ചർച്ച റെഫർ ചെയ്തതുപോലെ തന്നെ ശ്രീ ബിജു ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. ശരി, അദ്ദേഹത്തിന്റെ അടുത്ത അവസരത്തിൽ അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു സെക്കൻഡ്. രണ്ട്, ഞാൻ പറഞ്ഞിരിക്കുന്നത് വീണ്ടും എന്റെ നയമല്ല, നേരെ മറിച്ച് എക്കണോമിസ്റ്റുകളായിട്ടുള്ള ശ്രീ ബിജു എക്കണോമിസ്റ്റ് ആയിരിക്കാം, ശരി തന്നെ, ഞാനല്ല. പക്ഷെ ഞാനിവിടെ റെഫർ ചെയ്തിരിക്കുന്ന അശോക് ഗുലാത്തിയെ പോലെയുള്ള, ശ്രീ വേണുവിന് അറിയാം അദ്ദേഹം ആരാണെന്ന്, അവരെ പോലെയുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ അപകടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ക്വിന്റലിന് 2000 രൂപയാണ് അരിക്ക് എന്ന് കരുതുക, വെറുതെ ശ്രീ വേണു വാദത്തിന്. അപ്പൊ അതൊരു നിയമപരമായിട്ടുള്ള എഗ്രിമെന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ളത് പോലത്തെ ബോഡീസ്, മറ്റേ CPC ബോഡി ഒന്നും അല്ല തീരുമാനിക്കുന്നത്, സർക്കാർ കൊടുക്കുന്ന ഗ്യാരണ്ടി ആണെന്ന് കരുതിക്കോളൂ. നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് സംബന്ധിച്ച്, അവിടെ ഈ വിളയുടെ വില കുറയുകയാണ്. ആ കുറയുന്ന സമയത്ത് നമുക്കൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പൊ ഉദാഹരണത്തിന് 1600 രൂപയ്ക്ക് ഓഫർ ചെയ്യാനായിട്ട് ഒരു രാജ്യമുണ്ടെങ്കിൽ നമ്മൾ 2000 രൂപയ്ക്കാണ് പ്രൊക്യൂർ ചെയ്യുന്നത് എങ്കിൽ കോമ്പറ്റീറ്റീവായിട്ട് അവിടേക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡിന് പോകാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള എക്കണോമിക്സ്. അതിന് ഗുലാത്തി ആവേണ്ട, അതിന് ശ്രീ ബിജുവിന്റെ എക്കണോമിസ്റ്റ് ആവേണ്ട, ഏറ്റവും ലളിതമായിട്ടുള്ള, നമ്മളാരും തന്നെ ലാഭവും നഷ്ടവും ഒക്കെ തന്നെ പഠിക്കുന്നത് നമ്മളാരും എക്കണോമിസ്റ്റ് ആയതുകൊണ്ടല്ലോ. സാധാരണ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കണക്ക് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കർഷകരിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് 2000 രൂപയ്ക്കാണ് എങ്കിൽ ഇന്റർനാഷണൽ ഓപ്പൺ മാർക്കറ്റിൽ 1600 വിലയായിരിക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ് പ്രൈസ് കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? കഴിയുമെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ പ്രൊക്യൂർമെന്റ് നടക്കും, നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടും. നോക്കൂ, ഇത് ആവർത്തിക്കേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിന്റെ മറ്റൊരു വശമുണ്ട്. അങ്ങ് പറയുന്നത് ഇത്തരം അന്താരാഷ്ട്ര ഈ വിലയിലെ ഏറ്റക്കുറച്ചിലുകളും ഇവിടെ ഉയർന്ന താങ്ങുന്ന വില നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് പിന്നെ നമുക്ക് അതിനെ പരിഹരിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുക, വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്നാണല്ലോ.
പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ അന്താരാഷ്ട്ര തലമൊക്കെ വിട്, നമ്മുടെ ആഭ്യന്തര വിപണിയുണ്ടല്ലോ, അവിടെ ഇവർ ഈ കർഷകർ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടാതിരിക്കുന്ന, ഇതിലൂടെ നിരന്തരമായി ലാഭം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഏജന്റുമാർ, വൻകിട കോർപ്പറേറ്റുകൾ, മൊത്ത വ്യാപാരികൾ, ഇവരെല്ലാവരും ഇത് സംഭരിച്ചുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റിനെ കുത്തകയാക്കി വെച്ചുകൊണ്ട് അവരാണ് അതിൻ്റെ ഉയർന്ന വില നിശ്ചയിച്ചുകൊണ്ട് വിപണിയിൽ അങ്ങനെ കരിഞ്ചന്ത നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിളയുണ്ടാക്കുന്നവന്റെ ജീവൻ എടുക്കുന്നതും ജീവൻ എടുക്കുന്നതും ഇതെല്ലാം ഭീമമായി സംഭരിച്ചു വെക്കുന്നവൻ അല്ലല്ല ഞാൻ അങ്ങയുടെ മറുപടിയിലേക്കല്ല വരിക, അങ്ങയുടെ മറുപടിയിലേക്കല്ല ഞാൻ വരുന്നത്. ഭീമമായ ഒരു ഭീമമായി ഇത് സംഭരിച്ചുകൊണ്ട് മാർക്കറ്റിൽ എന്താണ് ഈ പറയുന്ന തരത്തിൽ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തികളായി നിൽക്കുകയും ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും ബാഹ്യമായ ഭീഷണിയൊക്കെ നിൽക്കട്ടെ. ഈ ആഭ്യന്തര കോർപ്പറേറ്റുകൾ റീറ്റെയിൽ ആയാലും ഹോൾസെയിൽ ആയാലും എന്ന് വെച്ചാൽ റിലയൻസ് ആയാലും അദാനി ആയാലും ഞാൻ വരാം ശ്രീത്തെ ഞാൻ വരാം. ഇത് ഞാൻ അങ്ങയോടുള്ള മറുപടിയല്ല പറയുന്നത്. അദാനി ആയാലും റിലയൻസ് ആയാലും അവർക്ക് ഒരു തരത്തിലുള്ള ഊനവും തട്ടാതെ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്.